വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഡേ 33യുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ലൈവ് എക്സാം ഡേ 33 ആയി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് കവർ ആകാറായി. വളരെ കുറേ അധികം ടോപ്പിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ. നിങ്ങൾ എങ്ങനെയാണ് ആ പഠിച്ച ടോപ്പിക്സ് ഒക്കെ എന്നോടൊപ്പം തന്നെ പഠിച്ചു വന്നില്ലേ? അല്ലെ, റിവൈസ് ചെയ്തും പഠിച്ചൊക്കെ വന്നിട്ടുണ്ടാകും. ഓൾമോസ്റ്റ് നിങ്ങളും ആ ഭാഗങ്ങളെല്ലാം വൃത്തിയായി പഠിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോ ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഡേ 33 ആയി. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചിട്ട് വരേണ്ട ടോപ്പിക്സ് എന്ന്. അപ്പൊ ആ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ വൃത്തിയായി പഠിച്ചു കാണുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഡേ 33യിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഇതാണ് നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം. നമ്മുടെ പ്രസന്ന മിസ്സിന്റെ ചാനലാണിത്. ഫ്രീ ലേണിംഗ് ആപ്പ് നമ്മുടെ സ്റ്റഡി സെന്ററിന്റെയും അതേപോലെ തന്നെ അറിവിന്റെ പേടകത്തിലെയും എല്ലാ പെയ്ഡ് ക്ലാസ്സുകളും നമ്മൾ തരുന്നത് ഈ ഒരു ആപ്പ് വഴിയാണ്. ഈ ഒരു ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ 1 വർഷത്തെ ഡ്യൂറേഷൻ ഉള്ള PSCയുടെ ലോങ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒരുപാട് പരീക്ഷകൾ വരാനിരിക്കുകയാണ് അല്ലെ. പരീക്ഷകളുടെ ഒരു പെരുമഴക്കാലം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോ ഇതുവരെയും കോഴ്സിനോട്ട് ജോയിൻ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. PSC കോഴ്സുകളിലോട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9446537080. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എക്സാം ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ്. ഹിസ്റ്ററിയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ജിയോഗ്രഫിയിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും, ഇംഗ്ലീഷിൽ നിന്ന് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്, മലയാളത്തിൽ നിന്ന് ശൈലികളും പഴഞ്ചൊല്ലുകളും. നാളെ നിങ്ങൾ പഠിച്ചു വരേണ്ട ടോപ്പിക് ജിയോഗ്രഫിയിൽ നിന്ന് ഉത്തര പർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമതലം. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഗവൺമെന്റിന്റെ ഘടകങ്ങളാണ്. ഫിസിക്സിൽ നിന്ന് ഗുരുത്വാകർഷണം, ഇംഗ്ലീഷിൽ നിന്ന് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക ചെയ്യുക. ഇത്രയും ടോപ്പിക്സ് നാളത്തെ എക്സാമിന് പഠിച്ച് റെഡി ആയിരിക്കുക. കാവ്യ, കൃഷ്ണ, സുശീല, ഹായ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള ഗാന്ധിജിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള, ഇത് മഹാത്മാഗാന്ധിയും നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണിത് അല്ലെ. ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മഹാത്മാഗാന്ധിയുടെ ആഗമനം, അദ്ദേഹത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ശരി ഏതെന്ന് പറയുക. നോക്കൂ, ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 ആണ്. ശരിയായ പ്രസ്താവനയാണോ? ശരിയായ പ്രസ്താവനയാണ് അല്ലെ. ഏറെക്കാൾ ദക്ഷിണാഫ്രിക്കയിലെ വാസത്തിനു ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് 1915 ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത്. ലിജി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ ആശ്രമം സ്ഥാപിച്ചത് കൊച്ച് അറബിലാണ് അല്ലെ. അതായത് കൊച്ചറബ് എവിടെയാണ്? അഹമ്മദാബാദിലാണ് കേട്ടോ. ഇന്നത്തെ അഹമ്മദാബാദിലാണ് ഈ ഒരു കൊച്ചറബ്. ഓക്കെ, ആ കൊച്ചറബിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിച്ചത്. ഓക്കെ, സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് മഹാത്മാ ഗാന്ധി. ശരിയായ പ്രസ്താവനയാണ്. ഏതാണ് ശരി ഉത്തരം? എല്ലാം ശരിയാണ് അല്ലെ. അപ്പോ ലിജി, ചിത്ര, അതുപോലെ ശ്രീജ എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി എല്ലാം ശരിയാണ് അല്ലെ. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോ ഗാന്ധിജിയും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ PSCയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഒരു റാങ്ക് നിർണ്ണയിക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ടാകുന്ന ഒരു ഭാഗം തന്നെയാണിത്. അപ്പൊ എപ്പോഴും മിസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഈ ഭാഗം വിട്ടുകളയാണ്ട് പഠിച്ചു പോവുക.
അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ ആഗമനം എപ്പോഴാണ്, അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്, അത് പഠിക്കുക. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആശയം അല്ലെ, അഹിംസയിലൂന്നിയ അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടും അഹിംസയിലൂന്നിയ സമരമാർഗങ്ങളുമാണ് മഹാത്മാഗാന്ധി മുറുകെ പിടിച്ചിരുന്നത്. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പോ അദ്ദേഹം ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിച്ചത് കൊച്ചറബിലാണ്. പിന്നീടാണ് എവിടെ അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചത്? ഗുജറാത്തിലെ സബർമതി ആശ്രമം. അതാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ആശ്രമം ചോദിച്ചാല് അത് എവിടെയാണ്? കൊച്ചറബിലാണ്. കൊച്ചറബ് അഹമ്മദാബാദ്. ഓക്കെ, ഇങ്ങോട്ട് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, തിങ്കതീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ മുന്നേറ്റം അല്ലെങ്കിൽ പ്രക്ഷോഭം ഏതാണ്? തിങ്കതീയ പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന മുന്നേറ്റം ഏതാണ്? ഷഹീബ ഹായ്. ഏതാണ്? ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് തുടിമിൽ സമരം ഇവയൊന്നുമല്ല. ഏതാണ് ഇതിന് ശരിയായ ഉത്തരം? തിങ്കതീയ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ഈ പറയുന്നതിൽ ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഞാൻ ഇയറും കൂടെ പറഞ്ഞുതരാം. 1917 ഈ ഒരു മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടായത്. ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിക്കഴിഞ്ഞു. ലിജി, ശ്രീജ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. തിങ്കതീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുന്നേറ്റമാണ് ചമ്പാരൻ സത്യാഗ്രഹം. എപ്പോഴായിരുന്നു ഇത് നടന്നത്? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. അതായത് ചമ്പാരനിലെ നീലം കർഷകർ അല്ലെങ്കിൽ അവരുടെ ദുരിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ദുരിതത്തിന് ഒരു അറുതി വരുത്താനായിട്ട് അല്ലെങ്കിൽ ഒരു കുറവ് വരുത്താനായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇത് ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. രാജ്കുമാർ ശുക്ലയാണ് ഇത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചമ്പാരനിലെ ആളുകൾ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ചൂഷണം അനുഭവിക്കുന്നുണ്ട് എന്ന് ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഓക്കെ, അപ്പോ തിങ്കതീയ വ്യവസ്ഥ എന്തുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചാലും അത് ചമ്പാരൻ സത്യാഗ്രഹം തന്നെയാണ്. അതായത് കർഷകർ, അന്നത്തെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകര് അവരുടെ ഉൽപാദനത്തിൽ അല്ലെങ്കിൽ അവർക്ക് എന്താണോ കിട്ടുന്നത് അല്ലെ ഭൂരിപക്ഷവും ആർക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു, ബ്രിട്ടീഷുകാർക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു അല്ലെ. അപ്പൊ ഈ ഒരു വ്യവസ്ഥയാണ് ശരിക്കും എന്ത് പേരിൽ അറിയപ്പെട്ടത്? തിങ്കതീയ വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, ശരിയായ ജോഡി ചേർക്കുക. ശരിയായ ജോഡി ചേർക്കുക അല്ലെ. ഏതാണ്? ഗാന്ധിജിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളും അത് എഴുതിയ വ്യക്തികളുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും അത് എഴുതിയ വ്യക്തികളും കൊടുത്തിട്ടുണ്ട്. ഇവരെ എന്ത് ചെയ്യുക? ശരിയായി ജോഡി ചേർക്കുക. ഗാന്ധി ഓൺ നോൺ വയലൻസ്, ദ ലൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി, അൺടു ദ ലാസ്റ്റ്, ഡേ ടു ഡേ വിത്ത് ഗാന്ധി. ഓക്കെ, ഇതൊക്കെ എഴുതിയ ആളുകൾ തോമസ് മെർട്ടൺ, ജോൺ റസ്കിൻ, മഹാദേവ ദേശായി, ലൂയിസ് ഫിഷർ. ഏതാണ് ഇതിൽ ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് കറക്റ്റ്? മാച്ച് ദ ഫോളോയിങ്. ഏതാണ് ഇതിൽ ശരിയായി വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇതിൽ ശരിയായ ഉത്തരം അല്ലെ. ഓപ്ഷൻ ഡി അല്ലേ? നമുക്ക് നോക്കാട്ടോ. മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി ഓൺ നോൺ വയലൻസ് എന്ന പുസ്തകം ആരുടേതാണ്? അത് ജോൺ മെർട്ടന്റേത് ആണ്. തോമസ് മെർട്ടൺ, ജോൺ തോമസ് മെർട്ടന്റേതാണ് ഗാന്ധി ഓൺ നോൺ വയലൻസ് എന്ന് പറയുന്ന പുസ്തകം. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം എഴുതിയത് ലൂയിസ് ഫിഷൻ ആണ്. ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം എഴുതിയത് ലൂയിസ് ഫിഷൻ ആണ്. അൺടു ദ ലാസ്റ്റ് ആരാണ്? അൺടു ദ ലാസ്റ്റ് ജോൺ റസ്കിൻ ആണ്. ഡേ ടു ഡേ വിത്ത് മഹാത്മാഗാന്ധി മഹാദേവ ദേശായി. അപ്പൊ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക അല്ലെ.
തെറ്റായ ജോഡി, അതായത് ഗാന്ധിയൻ എറയുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും വ്യക്തികളെയും കൊടുത്തിരിക്കുന്നു. അതിൽ തെറ്റായ ജോഡി മാത്രം കണ്ടുപിടിക്കുക. ഏതാണ് നമുക്ക് നോക്കാം. സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ സ്വരാജ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? CR ദാസ്. ശരിയാണ്. അത് CR ദാസ് രൂപീകരിച്ച പാർട്ടിയാണ് ഏത്? സ്വരാജ് പാർട്ടി. സാരാബന്ദി പ്രക്ഷോഭം ഇതാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർദാർ വല്ലഭായി പട്ടേൽ. ശരിയായ ജോഡിയാണ്. സർദാർ വല്ലഭായി പട്ടേലുമായി ബന്ധപ്പെട്ടതാണ് സരാബന്തി പ്രക്ഷോഭം. ഗാന്ധിജിയുടെ കേരള സന്ദർശനം നടന്നത് 1920 ഓഗസ്റ്റ് 18. ശരിയാണോ? ഇതും ശരിയായ ജോഡിയാണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേൽ ആണ്. തെറ്റാണ്. ആരാണ് ബീഹാർ ഗാന്ധി? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബീഹാർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെ? അപ്പൊ ഏതാണ് നമ്മുടെ തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. അല്ലെ? വട്ടമേശ സമ്മേളനം ഗാന്ധിജിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് എന്തൊക്കെ മാറ്റി വെച്ചാലും ഈ ടോപ്പിക് ഒഴിവാക്കാൻ പറ്റില്ല. 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ? 1-ാം വട്ടമേശ സമ്മേളനം, 2-ാം വട്ടമേശ സമ്മേളനം, 3-ാം വട്ടമേശ സമ്മേളനം. ഇത് മാത്രമല്ല ഗാന്ധി ഇർവിൻ പാക്റ്റും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെയാ പ്രസ്താവനകൾ വട്ടമേശ സമ്മേളനമായിട്ട് ശരിയെന്ന്. 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെയാണ് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നത്. ശരിയാണോ? ശരിയാണ്. 1930 മുതൽ 31 വരെയായിരുന്നു ആദ്യത്തെ വട്ടമേശ സമ്മേളനം. അടുത്ത പ്രസ്താവന നോക്കൂ. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു റാംസേ മക്ഡൊണാൾഡ്. ശരിയല്ലേ? 1-ാം വട്ടമേശ സമ്മേളനത്തില് അധ്യക്ഷ വഹിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ആര്? റാംസേ മക്ഡൊണാൾഡ്. ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് 3-ാമത്തെ വട്ടമേശ സമ്മേളനം. നമുക്കറിയാം ആകെ ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നിട്ടുണ്ടെങ്കിലും ഈ 3-ലും ഗാന്ധി പങ്കെടുത്തിട്ടില്ല. ഒരേ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മാത്രമാണ് മഹാത്മാഗാന്ധി പങ്കെടുത്തിരിക്കുന്നത്. അത് ഏതായിരുന്നു? 3-ാം വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. 2-ാം വട്ടമേശ സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി പങ്കെടുത്തത്. അടുത്തത് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികളാണ് ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവും. ശരിയാണോ? ശരിയാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികളാണ് ഡോക്ടർ BR അംബേദ്കറും അതുപോലെ തേജ് ബഹദൂർ സപ്രുവും. ഓക്കെ അല്ലേ? ഏതാണ് നമ്മുടെ ശരിയായ ഉത്തരം? 1 ശരി, 2 ശരി, 4 ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4 പ്രസ്താവനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930 നടന്നത്. ഓർത്തു വയ്ക്കുക. 30 മുതൽ 31 വരെയായിരുന്നു. ജോർജ് ആറാമനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അധ്യക്ഷത വഹിച്ചത് റാംസേ മക്ഡൊണാൾഡ് ആയിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു അദ്ദേഹം. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1931 നടന്നു. വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭു ആണ്. 2-ാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 3-ലും 1-ലും പങ്കെടുത്തിരുന്നില്ല അദ്ദേഹം. ആ ഒരു 2-ാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഗാന്ധിജിനെ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ. ഇനി തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1932 നടന്നത്. ഓക്കെ. ഈ ഒരു തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശുപാർശ ചെയ്തത് ഈ ഒരു 2-ാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം.
ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായവ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 1920 കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വിജയരാഘവാചാരിയാണ്. 1920 കൊൽക്കത്ത സമ്മേളനത്തിൽ ആരായിരുന്നു അധ്യക്ഷൻ? വിജയരാഘവാചാരി അല്ല. ആരായിരുന്നു? ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ആരായിരുന്നു? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ബഹുജന പ്രക്ഷോഭമായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം. ശരിയാണ് അല്ലെ. ബ്രിട്ടീഷ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ഏതൊരു രീതിയിലും സഹകരിക്കാതിരിക്കുക, അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷന് വേണ്ടി പ്രവർത്തിക്കുക തുടങ്ങിയ തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ബഹുജന മുന്നേറ്റം തന്നെയായിരുന്നു ഏത്? നിസ്സഹരണ പ്രസ്ഥാനം. അടുത്തത്, നിസ്സഹരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം. തെറ്റാണ്. നാഗ്പൂർ സമ്മേളനത്തിലാണ് ആദ്യമായി ഈ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നത്. അതായത് നിസ്സഹരണ പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നത് നാഗ്പൂർ സെഷനിൽ വെച്ചിട്ടാണ്. അടുത്തത്, നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം നികുതി അടയ്ക്കാതിരിക്കുക എന്നതാണ്. തെറ്റാണ്. നികുതി അടയ്ക്കാതിരിക്കലല്ല, സ്വരാജ് നേടുക അല്ലെ. സ്വരാജ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമാധികാരം ആർക്ക് തന്നെയാണ്? അത് നമുക്ക് തന്നെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം. സ്വരാജ് നേടുക. ഏതാണ് നമ്മുടെ ശരിയായ ഉത്തരം? ഏതൊക്കെയാ തെറ്റായ പ്രസ്താവന? 1, അതുപോലെ 3, 4 പ്രസ്താവനകൾ തെറ്റാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അല്ലെ. നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ശരിയായ ജോഡി ചേർക്കുക. ക്രിപ്സ് മിഷൻ, ഓഗസ്റ്റ് ഓഫ്, പൂർണ്ണ സ്വരാജ്, സ്വരാജ് പാർട്ടി. ഇവയൊക്കെ ഓപ്ഷൻ എയും ബിയുമായിട്ട് മാച്ച് ചെയ്യുക. കോളം എയും ബിയുമായിട്ട് മാച്ച് ചെയ്യുക. ലിൻലിത്ത് ഗോ പ്രഭു 1923 ജനുവരി 1, 42 മാർച്ച് 22 ലാഹോർ സമ്മേളനം. ഇത് എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്? വേഗം നോക്കൂ. ഏതാണ് ശരിയായ ജോഡി വരുന്നത്? ക്രിപ്സ് മിഷൻ എന്തുമായി ബന്ധപ്പെട്ടു? ഏത് വർഷമാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്? ഏത് വർഷമാണ്? ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം? ശ്രീജ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ക്രിപ്സ് മിഷൻ 1942 മാർച്ച് 22 ഇന്ത്യയിലേക്ക് വന്നത്. ഓഗസ്റ്റ് ഓഫ് ലിൻലിത്ത് ഗോ പ്രഭുവുമായി ബന്ധപ്പെട്ടതാണ്. പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആശയം ലാഹോർ സമ്മേളനത്തിലാണ് അംഗീകരിക്കപ്പെട്ടത്. സ്വരാജ് പാർട്ടി 1923 ജനുവരി 1 CR ദാസ് ആണ് രൂപീകരിച്ചത്. ഓക്കെ ആണോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ക്രിപ്സ് മിഷൻ 1942 മാർച്ച് 22 മറക്കരുതേ. ഓഗസ്റ്റ് ഓഫ് ലിൻലിത്ത് ഗോ പ്രഭുവാണ്. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനത്തിലാണ് അംഗീകരിക്കപ്പെട്ടത്. സ്വരാജ് പാർട്ടി 1923 ജനുവരി 1 ആരാണ്? CR ദാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. CR ദാസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട വക്താവ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ജനറൽ PSCയിലേക്കുള്ള ലോങ് ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. അതും ഏറ്റവും കുറഞ്ഞ ഫീസിനാണ്. ഓക്കെ, അപ്പോ ഒരു ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ, ഇനിയും നിങ്ങൾ പഠിക്കാൻ മടിച്ച് അല്ലെങ്കിൽ ഇനിയും കോഴ്സൊന്നും ജോയിൻ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. ഉടൻ തന്നെ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 9446537080. ഓക്കെ, ഉടൻ തന്നെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. നന്നായി പഠിക്കുക. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പിടിക്കുക. കാരണം ഇനി വരാൻ പോകുന്ന വർഷത്തിൽ ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട്. അതിലൊക്കെ നമുക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു കോച്ചിങ് ആവശ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കുക. അല്ലെ, ഷബി ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. നന്നായി പഠിക്കുക കേട്ടോ ഷബി. ഓക്കെ, നോക്കൂ.
നെഹ്റു റിപ്പോർട്ട്, സ്വരാജ് പാർട്ടി, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഖേദ സത്യാഗ്രഹം. ഓക്കെ, അപ്പൊ ഇതില് എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡർ ചെയ്തിട്ട് ഏതാണ് ആദ്യം ഏതാണ് അവസാനം എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ക്രൊണോളജിക്കൽ ഓർഡർ. സാധാരണഗതിയിൽ PSC പല ചോദ്യങ്ങളും പല വ്യൂവേഴ്സും ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ നമ്മളോട്. വേഗം ഒന്ന് ചെയ്തോളൂ, വേഗം ഒന്ന് ക്രമീകരിക്കൂ. ഏതാണ് ശരി ഉത്തരം വരിക? ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതാണ് ശരി ഉത്തരം? നമുക്ക് അതിനു മുമ്പ് നോക്കാം അല്ലെ. നെഹ്റു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? നെഹ്റു റിപ്പോർട്ട് 1928 ശരിയല്ലേ? സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് എപ്പോഴാണ്? സ്വരാജ് പാർട്ടി 1923 സിവിൽ നിയമലംഘന പ്രസ്ഥാനം അതെപ്പോഴാണ്? 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഖേദ സത്യാഗ്രഹം എപ്പോഴാണ്? ഖേദ സത്യാഗ്രഹം 1918. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതിനെ ക്രമീകരിക്കുക? ആദ്യം ഏതാണ്? ഖേദ സത്യാഗ്രഹം, പിന്നെ ഏതാ വരുന്നത്? സ്വരാജ് പാർട്ടി, നെഹ്റു റിപ്പോർട്ട്, ലാസ്റ്റ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഓപ്ഷൻ D ആണ്. റാഷിദ, അതുപോലെ ശ്രീജ, ST മ്യൂസിക്, ലിജി എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. വെൽ ഡൺ, നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മോഡലും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? അതായത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട അല്ലെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഒരു ശൈലിയാണിത്. അതാരുടേതാണ് ഈ ഒരു ശൈലി? ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണോ, ജവഹർലാൽ നെഹ്റു ആണോ, കുഞ്ഞിരാമൻ അടിയോടിയാണോ? ഇവരാരും അല്ല. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ആരുടെ വാക്കാണിത്? ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അല്ലെ. ഗാന്ധിജി ദണ്ഡിയാത്രയ്ക്ക് പോകുമ്പോ പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അതിൽ ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിലോ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഓക്കെ, ഗാന്ധിജി ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഒന്നുകിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ പോരാടുന്നത്, ഞാൻ എന്തിനു വേണ്ടി ശ്രമിക്കുന്നോ എന്റെ ലക്ഷ്യവുമായിട്ട് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ അറബിക്കടലിൽ എന്റെ മൃതശരീരം ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ദണ്ഡി മാർച്ചിന് പോയത്. എന്നാൽ ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ISL ടോക്കി നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത്. ചുവടെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവയുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ് എന്ന് തിരിച്ചറിയുക അല്ലെ. അപ്പോ ഇങ്ങനെ ഈ ഒരു മോഡൽ, അതായത് നമുക്ക് തന്നിട്ട് കുറച്ച് ക്ലൂസ് തന്നിട്ട് കുറെ ഓപ്ഷൻസ് തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിക്കും അല്ലെ. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു ഇത്. 1928 നടന്നത്. ഭർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഏതാണ്? ആ മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് കത്തി അല്ലെ. ബർദോളി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കത്തി അല്ലെ. ആൻസർ ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ A ആണ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹമാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. ഓപ്ഷൻ A ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ബർദോളി സത്യാഗ്രഹം 1928 നടന്നത്. ഭൂനികുതി വർധനവിനെതിരെ നടന്ന ഗുജറാത്തിലെ ഒരു കർഷക പ്രക്ഷോഭമായിരുന്നു ഇത്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് 30 ക്വസ്റ്റ്യൻസ്
പലതരത്തിലുള്ള സബ്ജക്റ്റിൽ നിന്ന് പല സബ്ജക്റ്റിൽ നിന്ന് ഡിഫറെന്റ് സബ്ജക്റ്റിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. മഹാത്മാഗാന്ധിയും അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു, ലോകരാഷ്ട്രങ്ങളെ കുറിച്ച് പഠിച്ചു, ശൈലികളും പഴഞ്ചൊല്ലുകളും പഠിച്ചു, അതുപോലെ തന്നെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ഒരു വേർഡ് തന്നാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആഡ്വേർബ് ആണോ, നൗൺ ആണോ, പ്രൊനൗൺ ആണോ, അതോ ഇനി പ്രിപ്പോസിഷൻ ആണോ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോ ഓൾമോസ്റ്റ് നമ്മുടെ സിലബസ് ഒക്കെ കവർ ആകാനായി. ഇനി വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമുക്കുള്ളൂ അല്ലെ. ഞാന് നിങ്ങളോട് ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ ചോദിച്ചിരുന്നു, എല്ലാ സിലബസും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സും എക്സാം ഒക്കെ തരുന്നത്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് വേണം, ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ അതും കൂടി പരിഗണിച്ചായിരിക്കും എക്സാം ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ടൈം ടേബിൾ ഒക്കെ ഓക്കെ അല്ലേ? നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? മീൻസ് ലെങ്ത് കൂടിയ ടൈം ടേബിളും ടോപ്പിക് ഒന്നും നമ്മൾ തരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതിന് തരുന്നത്. അപ്പൊ കൃത്യമായിട്ടും നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുക, നമ്മുടെ സ്റ്റഡി പ്ലാനോടൊപ്പം പഠിച്ചു പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഇതിന്റെ ഒരു റിസൾട്ട് എന്തായാലും റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് കഴിഞ്ഞു അല്ലെ. അപ്പൊ 30 ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്തു. ഡേ 33 ആയിട്ട് നമുക്ക് ഡേ 34 അടുത്ത ദിവസം കാണാം. അപ്പൊ നാളെ എന്താണ്? നാളത്തെ ദിവസം നാളെ സൺഡേ ആണ്. അപ്പൊ ഈ ആഴ്ച കുറച്ച് ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ടോപ്പിക്സ് എല്ലാം നാളെ നിങ്ങൾ റിവിഷൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് തിങ്കളാഴ്ച അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ അല്ലേ? അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ വേഗം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വേണ്ടി ഷെയർ ചെയ്ത്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.